ലാവയുടെ ലാവ ബോൾഡ് N1 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. വിലയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേഴ്സും അവർ ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ ബോൾഡ് N1 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ലാവ ബോൾഡ് N1 6.75 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ വില 6000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടായിരിക്കും വരിക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തതിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ LCD പാനലാണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. 6000 രൂപ പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈൻ വരിക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം 6000 രൂപ പ്രൈസ് റേഞ്ചിൽ പൊതുവേ നമുക്ക് കൂടിപ്പോയാൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെയാണ് കിട്ടാറ്. പക്ഷേ ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നതായിരിക്കും. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ 6000 രൂപ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യമാണ്, ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ റേഡിയൻ ബ്ലാക്ക് അതുപോലെ തന്നെ സ്പാർക്ലിംഗ് ഐവറി എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ഇനി പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണി SoCയുടെ ഒരു പ്രൊസസ്സറായിരിക്കും വരിക എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഏത് പ്രൊസസ്സറാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. മിക്കവാറും യൂണി SoC T603 എന്ന പ്രൊസസ്സറായിരിക്കും ഇതിൽ വരിക. 6000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ ഓക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 5G സപ്പോർട്ട് ഉണ്ടാവില്ല, മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഈ ഫോണിൽ വരിക. ഇപ്പോഴത്തെ ഒരു ഇതിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു 5G സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലൊക്കെ വന്നേക്കാം. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കും. പിന്നെ LPDDR4Xൻ്റെ റാം ആയിരിക്കും ഇതിൽ വരിക. മിക്കവാറും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മിക്കവാറും ഇതിൽ സിംഗിൾ സ്പീക്കർ വരാനേ ചാൻസ് ഉള്ളൂ, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വന്നോളണം എന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. പിന്നെ 3.5mm ഓഡിയോ ജാക്കൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 13 MP ഒരു ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഇതിൽ വരിക. പക്ഷേ 6000 രൂപ പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. ഇതിലും കൂടുതലും നമുക്ക് വലിയ ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 5000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. തരക്കേടില്ലാത്ത ബാറ്ററി കപ്പാസിറ്റിയാണ്. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡായിരിക്കും ഇതിൽ വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ June 4 മുതൽ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് തുടങ്ങുന്നതായിരിക്കും. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു, ഈ ഫോണിൻ്റെ വില 5999 രൂപയായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ലാവയുടെ ലാവ ബോൾഡ് N1 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം 6000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. നല്ലൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നതായിരിക്കും. അതായിരിക്കും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മികച്ചൊരു IP റേറ്റിംഗ് വരുന്നതായിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതും നല്ലൊരു കാര്യം തന്നെയാണ്. ബാക്കി ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം 6000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണായിരിക്കും ഈ ഒരു ലാവ ബോൾഡ് N1 എന്നുള്ള സ്മാർട്ട് ഫോൺ. എന്തായാലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.